വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ನಾನು ಕರ್ಕೊಂಡು ಹೋಗ್ಬಿಟ್ಟು ಬೇಕಾರೆ ಜೈಲಿಗೆ ಹಾಕಲಿ ಬೇಕಾರೆ ಬೇವಸ್ಥೆ ನನ್ನ ಮಗ ಬಂದು ಬೇಕಾರೆ ನಾನು ದೇಶಕ್ಕೋಸ್ಕರ. കേന്ദ്ര സർക്കാർ പെട്രോളിന് 5ഉം ഡീസലിന് 10ഉം കുറച്ചപ്പോൾ സന്തോഷിക്കുന്ന സംഘികളെ കണ്ട് സന്തോഷിക്കുന്ന കുറച്ചാളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാവരുത്. ആരാണ് പെട്രോളിന് ഡീസലിനും വില കൂട്ടിയത്? കേന്ദ്ര സർക്കാരല്ലേ. കൂട്ടി അങ്ങ് ആകാശത്തേക്ക് കൊണ്ടുപോയതാരാണ്? കേന്ദ്ര സർക്കാരല്ലേ. അവിടെ നിന്ന് ഇത്തിരി കുറച്ചത് ആരാണ്? അവരല്ലേ. ഇനിയും ഒരുപാട് കുറയാനില്ലേ? UPA ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധമില്ലേ? അവിടെ എത്തിയാൽ മാത്രമല്ലേ നമ്മുടെ പ്രതിഷേധം നമ്മൾ അടക്കി വെക്കാൻ പാടുള്ളൂ. എന്തിനാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞു വരുന്നത്, ഇത്രയും കാലം മാളത്തിൽ ഒളിച്ചിരുന്ന സംഘികളൊക്കെ ശാഖയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാർ നികുതി കുറക്കൂ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ നികുതി കുറക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് കൂട്ടിയ സമയത്ത് ഇവരെന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് കുറക്കൂ എന്ന് പറയാത്തത്? ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള BMS അടക്കം ഇവർക്കെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ BJP ഭരിക്കുന്ന കർണാടകയിൽ ഒരു യുവാവ് മോദിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിരിക്കുകയാണ്. കാർക്കിച്ചു തുപ്പി എന്ന് പറയുമ്പോൾ മുഴുവൻ രോഷത്തോടു കൂടിയാണ് ആ യുവാവ് സംസാരിക്കുന്നുള്ളത്. കന്നഡയിലാണെങ്കിൽ പോലും നമ്മളൊക്കെ ഇതേ അവസ്ഥ തരണം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭാഷയേക്കാൾ അപ്പുറത്ത് അയാൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കർണാടക അതിർത്തിയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തിരി കന്നഡ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാകും. ശക്തമായ വിമർശനമാണ് മോദിക്കെതിരെ ഇയാൾ ഉന്നയിക്കുന്നത്. വിമർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും. നല്ല പച്ചത്തെറി തന്നെയാണ് മോദിയെ നോക്കിയിട്ട് ഇയാൾ വിളിക്കുന്നുള്ളത്. BJP ഭരിക്കുന്ന കർണാടകയിലെ അവസ്ഥയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ രൂക്ഷമായ പ്രതികരണം നടത്തുന്നുണ്ട്. അതായത് നിലവിൽ 5ഉം 10ഉം കുറച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഈ വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. UPA ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോഴുണ്ടായിരുന്ന അതേ താരിഫിൽ തന്നെ പെട്രോൾ ഡീസൽ കിട്ടണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒന്നാകെയുള്ള ആവശ്യം. മോദിയും കൂട്ടരും 5ഉം 10ഉം കുറച്ചിട്ട് ഒരു രീതിയിലും പ്രതിഷേധം കുറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥവത്തായ ദൃശ്യം തന്നെയാണ് ഈ യുവാവിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.